ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാനെന്ത് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസും വെച്ചിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് LDC കഴിഞ്ഞിട്ട് 10th ബേസ്മെന്റിൽ ഒറ്റ പരീക്ഷയായിട്ട് നടക്കാൻ പോകുന്ന ഒരു എക്സാമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നറിയാലോ. അപ്പോൾ മിക്കവരും ഈ അസിസ്റ്റന്റ് സെയിൽസ്മാനായിട്ട് ഞാൻ ഇട്ട മുൻപുള്ള വീഡിയോസിലൊക്കെ താഴെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതെന്നാണ് എക്സാം നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ഇതൊരു ഓഗസ്റ്റ് ഒക്ടോബർ മാസം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എക്സാം നടക്കാനുള്ള സാധ്യത. അപ്പോൾ ഇത് എന്താണ്, മുൻപ് ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, ഒറ്റ എക്സാം ആണ്. മുൻപത്തിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടി ഉണ്ടായിരുന്നു, അതായത് സപ്ലൈകോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ LDC എങ്ങനെയാണ് എഴുതിയത് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇതുവരെ എന്തെങ്കിലും തരത്തിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ്, ഇതിനു വേണ്ടി പഠിക്കേണ്ടതുണ്ടോ, ഇതിന് വേക്കൻസി ഉണ്ടോ, കുറവല്ലേ, അല്ലെങ്കിൽ എന്താണ് സെലക്ട് ആയാൽ നമ്മളിപ്പോൾ എഴുതി കിട്ടിയാൽ തന്നെ നമ്മൾ കയറാൻ പറ്റുമോ ജോബിന് എന്നുള്ള രീതിയിലുള്ള കുറേ ചിന്തകളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലും ഇനി വരാൻ പോകുന്ന 10th ബേസിസിലൊക്കെ നടക്കുന്ന കുറേയധികം എക്സാംസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ഒക്കെ തന്നെ നല്ല സാധ്യതയുള്ളൊരു പോസ്റ്റാണത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കൂടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് എന്താണ്, വരുന്ന എല്ലാ എക്സാംസിനും വേക്കൻസിയോ സാലറിയോ ഒന്നും നോക്കാതെ എല്ലാം അപ്ലൈ ചെയ്തിട്ട് എല്ലാം മാക്സിമം എഴുതാം. ഓരോ PSCയുടെ എല്ലാ എക്സാംസിനെയും കണ്ട് ആ ഒരു എക്സാം പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അറ്റ് ദ സെയിം ടൈം സാലറി വേക്കൻസി ഒക്കെ നോക്കി എഴുതുന്നവരുണ്ട്. എനിവേസ്, നിങ്ങൾ ഇപ്പൊ എന്ത് നോക്കിയാലും ഇപ്പൊ നമ്മളിപ്പോ വളരെ എക്സ്ട്രീംലി, അതായത് 1-2 വേക്കൻസി അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇപ്പൊ ഞാനാണെങ്കിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യില്ല കേട്ടോ. കാരണം അത് വളരെയധികം സാധ്യത കുറവാണ് ഒരാൾക്ക് കിട്ടാൻ അത്രയധികം ഇത്. പക്ഷെ നമുക്ക് എന്നാൽ അത്യാവശ്യമുണ്ട്. നല്ലൊരു എന്താണ്, ഡിസ്ട്രിക്ട് വൈസ് വരുന്ന ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ഒക്കെ ഇതിലുള്ള പറയുന്ന തരത്തിലുള്ള എക്സാംസ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കേണ്ട. കാരണം ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അത്യാവശ്യം ഒഴിവുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്ത് കുറേ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡോട് കൂടി പഠിച്ച് നമുക്ക് ആ ഒരു ഇപ്രാവശ്യം നടക്കാൻ പോകുന്ന ആ ഒരു എക്സാം നല്ലതായി വരികയും അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്ക് അത് അപ്പോൾ വിഷമമാകും. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മളിപ്പോൾ ഈ പഠിക്കുന്നത് എന്തായാലും ഭാവിയിലേക്കും ഉപകാരപ്പെടുകയുള്ളൂ. അത് ഇതുവരെ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് സംശയമുള്ളവരുണ്ടായിരിക്കും. ചിലവർ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇനി വേറെ ചിലർ ഇപ്പോഴും കൺഫ്യൂഷനിലായിരിക്കും എടുക്കണോ വേണ്ടോ, ഇനി സെൽഫായിട്ട് പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിലുള്ളവരും ഉണ്ടായിരിക്കും, ചിലപ്പോൾ പഠിച്ചു തുടങ്ങിയവരും ഉണ്ടായിരിക്കും. എനിവേസ്, മിക്കവരുടെയും മനസ്സിൽ ഇപ്പോൾ നമ്മളൊരു പുതിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോച്ചിങ് വേണോ, ഇതിന് വേണ്ടി വരുമോ, എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുമോ എന്നുള്ളത് സ്വാഭാവികമായ ചിന്തയുണ്ടാകും. ഏതായിരിക്കും ബെസ്റ്റ് ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം ടു സ്റ്റഡി എന്നുള്ളതായിരിക്കും മിക്കവരും സെർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത്രയും സിലബസിൽ ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത് പഠിക്കാൻ അല്ലെ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്രയും പോർഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഗൈഡൻസ് എടുക്കാം, എക്സ്ട്രാ ഗൈഡൻസ് എടുക്കാം എന്നുള്ള രീതിയിൽ കോച്ചിങ് തപ്പി ഇറങ്ങും. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട്, ഏതായിരിക്കും ബെസ്റ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു സ്റ്റഡി എന്നുള്ളതായിരിക്കും ചിന്തിക്കുക അല്ലെ. എന്നാൽ ചിലർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ചിന്തയിലുള്ളവരുണ്ടായിരിക്കും. ആദ്യത്തെ കൂട്ടർ, അതായത് ഏത് വേണം തിരഞ്ഞെടുക്കാൻ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരിക്കലും ബെസ്റ്റ് ഏതാ എന്നുള്ളത് പറയാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ എല്ലാ കോച്ചിങ് പ്ലാറ്റ്ഫോംസും എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ. കാരണം ഓരോന്നിനും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ അധികം ഫേമസ് അല്ലാത്ത പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും അവർ അവരുടേതായ രീതിയിൽ ബെസ്റ്റ് ആയിട്ട് ക്ലാസ്സസ് കൊടുക്കുന്ന ചിലതുണ്ട്. ചിലത് ഫേമസ് ആയിരിക്കും, നല്ലവണ്ണം ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ഇന്നത് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ എടുത്തിട്ടുള്ള ഒരാളാണ് കോച്ചിങ് പ്ലാറ്റ്ഫോംസ്. അപ്പോൾ എനിക്ക് ഓരോന്നിനും ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുള്ളൂ, ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഓരോ എടുക്കുന്ന ഫാക്കൽറ്റീസും നല്ലവർ തന്നെയായിരുന്നു. കൃത്യമായൊരു ബേസ്മെന്റ് എനിക്ക് ഈ പറയുന്നതിൽ നിന്നൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മുൻപത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, KSN ഞാൻ എടുത്തിട്ടുണ്ട്, നല്ലൊരു കോച്ചിങ് ആയിരുന്നു. അപ്പോൾ അതെനിക്കൊരു ബേസ്മെന്റ് തന്നു എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് കുറച്ചും കൂടെ PSC 10th ഒക്കെ ഒരു ലെവൽ ഓഫ് എക്സാമിന് പഠിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പഠിക്കണമല്ലോ. ചിലത് വേണ്ട, ചിലത് വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിന് പറ്റുന്ന രീതിയിലുള്ളതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത സമയത്ത് എനിക്ക് ഞാൻ എടുത്ത ആ ഒരു ആളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, എല്ലാത്തിനും അതിൻ്റെതായ ഗുണമുണ്ട്. എല്ലാ ടീച്ചേഴ്സും അവരുടെ മാക്സിമം അവരുടെ ബെസ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഓരോരുത്തർ എങ്ങനെ അത് പെർസീവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ചിലവർക്ക് സ്പീഡായിട്ട് എടുക്കുന്നത് വലിയ ഇതുണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ പ്ലേ ബാക്ക് സ്പീഡൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓരോ ആപ്പിലെ സെറ്റിംഗ്സിലും യൂട്യൂബിൽ തന്നെ ഉണ്ട് നമുക്ക് പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലേ. എന്നിരുന്നാലും ചിലവർ എന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നമ്മുടെ മനസ്സിൽ ശരിയായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ ചിലവർക്ക് അത് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ചിലവരെന്നാൽ അത് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുമല്ലോ വീണ്ടും വീണ്ടും പറയുമ്പോൾ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഒരു മിക്സ്ചർ ഓഫ് ആസ്പിരൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ എല്ലാവരും തൃപ്തിപ്പെടുത്തി നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതൊരു ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരാൾക്ക്, അപ്പൊ ആ ഒരാൾ അയാളുടെ ബെസ്റ്റ് കൊടുത്തിട്ടായിരിക്കും മേ ബി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് ഓരോരുത്തർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ജോബല്ല. വളരെയധികം എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം നന്നായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഓരോ
പഠിപ്പിക്കുന്ന കോച്ചിങ് നടത്തുന്ന ഒരു ഇതാണെങ്കിലും ഇതിലെ ഫാക്കൽറ്റീസ് അവരുടെ മാക്സിമം ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ കുറേയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്താണ് ഒരു നല്ലൊരു ക്ലാസ് മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആസ്പിരൻസിന് എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ പല ടെക്നിക്സിലൂടെയും കോഡുകളിലൂടെയും ടിപ്സിലൂടെയും ട്രിക്സിലൂടെയും അവരുടേതായ രീതിയിൽ വ്യത്യസ്തമാക്കാൻ ശ്രമിക്കുന്ന ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അതുകൊണ്ടാണ് എനിക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കാത്തത്. കാരണം ഓരോന്നിലും ഇതിലെന്താണ് എനിക്ക് പ്രിയപ്പെട്ടതായി തോന്നിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്നു. എളുപ്പത്തിൽ കാര്യങ്ങളെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ അതൊരിക്കലും എന്താണ് ഇന്നത് സോർട്ട് ഔട്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല ഏതാണ് ബെസ്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ കണ്ടന്റും എന്താണ് പർച്ചേസ് ചെയ്യുന്ന ആളിലേക്ക് എത്തിക്കാൻ നല്ല എഫേർട്ട് എടുക്കണം. കാരണം ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത്രയും ടോപ്പിക്സിനെ എന്താണ് ഒബ്വിയസ്ലി ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നടത്തുന്ന ഒരു ഇതാണെങ്കിൽ അവിടെ എന്താണ് അതൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എടുക്കേണ്ട എഫേർട്ട് ചില്ലറയല്ല. നമ്മൾ അത്രയ്ക്ക് കാര്യങ്ങൾ ചെയ്യണം. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഇടുന്നത്. ബേസിക്കലി ഇതിനോട് റിലേറ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യവും ഞാൻ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതും ഞാൻ എങ്ങനെയാണ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതും എൻ്റെതായ കുറേ ടിപ്സും ട്രിക്സും അതുപോലെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന ക്ലാസ്സസും ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവർ തന്നെയായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ ടൈപ്പ് ചെയ്യുന്നതും അതുപോലത്തെ എന്താണ് ക്ലാസ്സുകൾ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കംപ്ലീറ്റ് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ എനിക്ക് ഡിലേ ആകുന്നതും ഇതാക്കുന്നതും. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ള ഒരാളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരിക്കലും ബെസ്റ്റ് ഏതാണെന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം എടുത്തവർക്ക്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് കേട്ടും കണ്ടും ഓക്കെ എന്ന് തോന്നുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എടുക്കുക. പ്രൈസും എല്ലാ ലെവലിലും നമ്മൾ ഓക്കെ വെക്കുമ്പോഴാണല്ലോ ഒരെണ്ണം പർച്ചേസ് ചെയ്യാം. ഇനി ഇപ്പോൾ അങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാളാണെങ്കിലും സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും രണ്ടുപേരും ചെയ്യേണ്ട കാര്യം ഒന്ന് തന്നെയാണ്, പഠിക്കുക എന്നുള്ളത്. കോച്ചിങ് എടുത്തുകൊണ്ട് ഒരാൾക്ക് അടുത്തൊരു എക്സാം എഴുതി ഉടനെ കിട്ടുമെന്നോ സെൽഫായിട്ട് പഠിച്ചുകൊണ്ട് ആൾക്ക് കിട്ടാതെ പോകുമെന്നോ ഒന്നുമില്ല. രണ്ടുപേരും അവരുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് കൃത്യമായിട്ട് എടുത്താൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം കോച്ചിങ് എടുത്ത ഒരാൾ റെക്കോർഡഡ് ക്ലാസ് അതൊക്കെ ഉണ്ടാവും, നോട്ട്സ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും എന്താണ് ക്ലാസ്സസ് ഇപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒന്നിലധികം ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. നമുക്കെല്ലാം കേട്ടു പോകാൻ സാധിക്കണമെന്നില്ല. അങ്ങനത്തെ ഒരു ഇത് വരും. പക്ഷെ നമ്മൾ എന്നാലും മാക്സിമം കേട്ടു പോകാൻ ശ്രമിക്കും. ഈ കേട്ടു പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ കോച്ചിങ് എടുത്തവരാണെങ്കിലും ഇനി എടുക്കാൻ പോകുന്നവരാണെങ്കിലും ഇനി സ്വന്തമായി പഠിക്കുന്നവരാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ എന്ത് കേൾക്കുകയാണോ, എന്ത് ക്ലാസ് കാണുകയാണോ, എന്താണോ വായിക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നുണ്ട്, കാര്യം ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. അതിന് നമുക്ക് ഒരു എന്താണ് എക്സ്ട്രാ ഒരു ആൾ വന്ന് നമുക്ക് പറഞ്ഞു തരില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ നമുക്ക് പേഴ്സണൽ മെന്റൽ സപ്പോർട്ടുകളൊക്കെ ഉണ്ട്, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കോച്ചിങ്ങിൻ്റെ ഒരു ഇതിൽ. മറ്റേതിൽ ഇപ്പോൾ സെൽഫായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും അല്ലേ എന്താണ് കൃത്യമായിട്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി കോച്ചിങ് എടുക്കാൻ പോകുന്നവരും എടുത്തവരും ഇനി സെൽഫായിട്ട് പഠിക്കുന്നവരും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ അന്നന്ന് പഠിക്കും, അതായത് അന്ന് തന്നെ വായിക്കുകയോ ചെയ്യുന്ന കാര്യം അന്ന് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. നമ്മുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരും. അപ്പോൾ ഈ പറയുന്ന 3 കൂട്ടർക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ. അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. ഞാൻ ഉടനെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ പറയാം എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഈ പറഞ്ഞ എല്ലാ കൂട്ടർക്കും ബെനിഫിഷ്യൽ ആകുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും പഠിക്കുക എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മിക്കവരും നല്ല അഭിപ്രായമാണ് എൻ്റെ ചാനലിലെ പല വീഡിയോസിനും കമൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു വേ ഓഫ് ഇതായിരിക്കും നല്ലത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ കുറേ സമയം കളയാതിരിക്കുക. തപ്പി നടന്നും ഏതാണ് നല്ലത്, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യണം. ഇപ്പോൾ പഠിക്കാൻ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോൾ തുടങ്ങണം. അല്ലാതെ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു കാര്യമൊക്കെ പഠിച്ച് കൃത്യമായിട്ടൊക്കെ നോക്കി വരുമ്പോൾ ചിലപ്പോൾ സമയങ്ങളിൽ ഓരോന്നിനും ഓരോ ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മുൻപ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ പഠിക്കുകയും കൂടെ വേണം, എന്നാലല്ലേ എക്സാമിന് അത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടൻസ് മിക്കവാറും എന്താണ് പലയിടത്തുനിന്ന് സെർച്ച് ചെയ്താലും കിട്ടും അല്ലെ. പഠിക്കേണ്ട സോഴ്സ് ഒക്കെ എല്ലാം കിട്ടുന്നതാണ്. അതുപോലെ മിക്ക ലേണിംഗ് പ്ലാറ്റ്ഫോംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾ ഒരു എക്സാമിൽ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസ് സ്കോറിംഗ് എന്നൊക്കെയുള്ളത്. ഓക്കെ, ഒരിക്കലും കണ്ടന്റ് ക്ഷാമമല്ല നമുക്ക് ഉണ്ടാകുന്നത് മിക്കവർക്കും. നമ്മളതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു, തന്നിരിക്കുന്ന കണ്ടന്റിനെ നമ്മളെങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും
അതായത് നമ്മുടെ പഠനം അതിനനുസരിച്ചായിരിക്കും എന്ത് മുന്നോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കത് ഇഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാൻ പറ്റണം. ആവശ്യമുള്ളതിനെയും അല്ലാത്തതിനെയും ഒക്കെ വേർതിരിച്ചറിഞ്ഞ് ചെയ്യാൻ പറ്റണം. എന്നാലേ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ വളരെയധികം സ്മാർട്ടായിട്ടുള്ളൊരു സ്റ്റഡി മെത്തേഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഫോളോ അപ്പ് ചെയ്യാൻ. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതെന്താണെന്നറിയാൻ നിങ്ങൾ സ്റ്റേ ട്യൂൺ. ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് ആദ്യമേ തന്നെ ഇതിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇതുവരെ ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്തവർ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ സ്റ്റിൽ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ സംഘടിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഒന്ന് ACRT NCERTയുടെ ടെക്സ്റ്റിൻ്റെത്, ഇത് നമുക്ക് സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം റാങ്ക് ഫയല്, അത്യാവശ്യം നല്ലൊരു റാങ്ക് ഫയല് കയ്യിൽ കരുതുക. ഇത് രണ്ടും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ മാപ്പ് പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആക്ച്വലി നമുക്ക് ലൊക്കേഷനൊക്കെ ഒന്ന് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഒരു ഇത്. പക്ഷെ അത് ആക്ച്വലി ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാപ്പാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ ഞാൻ മാർക്ക് ചെയ്ത് പഠിക്കാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും മാപ്സും യൂസ് ചെയ്യാം. കാരണം നമുക്ക് ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നല്ലതാണ്. ഓക്കെ, പിന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിന് സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ ഒരു ബുക്ക് അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിന് കൃത്യമായിട്ട് ഒരു ബുക്ക് കരുതി വെക്കുക. ബാക്കി എല്ലാത്തിൻ്റെയും നമുക്ക് കേട്ടും ഇതും റിപ്പീറ്റഡ് ആയിട്ടും ഒക്കെ നമുക്ക് വായിച്ചൊക്കെ ഇതാക്കാം. കറണ്ട് അഫയേഴ്സ് മാത്രം മാറി മാറി വരുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ ഒരു എക്സാമിനാണെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് 20 മുൻപ് ഇത് 20 ആയിരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു നോട്ട് ആവശ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഇതാക്കണം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് നടക്കുന്ന PSC എക്സാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ കയ്യിൽ PDF ആയാലും മതി, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ ഒരു OMR ബുക്ക്ലെറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഷീറ്റുകൾ കിട്ടും, കുറച്ച് പൈസയുടെയൊക്കെ വരുള്ളൂ കേട്ടോ. ഇപ്പോൾ 40 രൂപയ്ക്കാണ് OMR ബുക്ക്ലെറ്റിന് വരുന്നുള്ളൂ. 100 ഷീറ്റ്സ് ഉണ്ടാവുമല്ലോ, OMR ഷീറ്റ്സ് ഉണ്ടാവും. ഞാൻ ഇതിന് മുൻപും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്തൊക്കെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അതിൽ മാപ്പ് മിക്കവർക്കും സംഘടിപ്പിച്ചില്ലെങ്കിൽ കൂടി മാപ്പൊക്കെ നമുക്കിപ്പോൾ ഓൺലൈനായിട്ടും അതായത് റെഫർ ചെയ്യാനൊക്കെ പറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഈ പറയുന്ന മാപ്പും OMR ബുക്ക്ലെറ്റും ഒക്കെ താല്പര്യം ഉണ്ടാവണമെന്നില്ല. എനിവേസ് ബാക്കി 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സാം റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഇതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, ചില കാരണങ്ങളാൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ഓൾട്ടർനേറ്റ് വേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. എന്നിരുന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് നമുക്കൊരു 3 months കണക്കാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടും എല്ലാവർക്കും ബെനിഫിഷ്യൽ ആകുന്ന തരത്തിലും എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.